അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാന്റെ ശക്തമായ തിരിച്ചടി. പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ജോർദാനിലുള്ള അൽ അസ്രഖ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ എയർബേസ് ആണ്. ഈ എയർബേസിലെ 2 പോയിന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതിനുവേണ്ടി ഇറാൻ അവരുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചത്. ഒന്നാമത്തേത് അമേരിക്കയുടെ F-35 യുദ്ധവിമാനം നിലനിൽക്കുന്ന ഹാങ്കറിന് നേരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ ഹാങ്കറിന്റെ ആക്രമണത്തിൽ F-35 യുദ്ധവിമാനം തകർന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഇതിനുള്ളിൽ F-35 യുദ്ധവിമാനം ഉണ്ടെങ്കിൽ അത് തകരാനുള്ള സാധ്യതയുണ്ട്. ആ മേഖലകളിലേക്കാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തേത് ഈ ബേസിലുള്ള അമേരിക്കയുടെ കമാൻഡ് സെന്ററിലാണ്. ഇപ്പോൾ പ്രധാനമായി യുദ്ധത്തിൽ അമേരിക്ക കൂടുതലായി ആശ്രയിക്കുന്നത് ഈ ഒരു ബേസ് ആണ്. ആ ബേസിന്റെ കമാൻഡ് സെന്ററിലേക്കും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈത്തിലും ബഹ്റൈനിലും ഈ 2 സ്ഥലത്തും അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ എടുത്തു പറയേണ്ട പോയിന്റ്, അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുന്ന സമയത്ത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡ്രോണുകൾ MQ-9 ഡ്രോണുകൾ ഈ ആക്രമണത്തിനിടെ ഇറാൻ തകർത്തിരിക്കുകയാണ്. അതായത് ഇറാനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഈ ഡ്രോണുകൾ അതുപോലെ F-35 യുദ്ധവിമാനങ്ങൾക്ക് ആക്രമണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത, ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ F-35 ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബോർഡറുകളിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ നിന്നായിരിക്കും ആക്രമണം നടത്തുക. എന്നാൽ ആ ആക്രമണത്തിൽ ലക്ഷ്യം കൃത്യമായി കണ്ടെത്താൻ അതിന്റെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള MQ-9 ഡ്രോണുകൾ ഉപയോഗിച്ച് സൈറ്റുകൾ കൃത്യമാക്കുക എന്ന ദൗത്യം അതിലൂടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള 2 ഡ്രോണുകളെയാണ് ഈ ആക്രമണത്തിനിടയിൽ ഇറാൻ തകർത്തിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അവസാനം വരുന്ന റിപ്പോർട്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ഇറാന്റെ റഡാറുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ ആക്രമണം പരാജയമായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതേസമയം അമേരിക്ക കസം അതുപോലെ തന്നെ സെറീഖ് എന്നറിയപ്പെടുന്ന 2-3 ദ്വീപുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള ജലസംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ തിരിച്ചടിക്ക് ശേഷം ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഒന്നുകൂടെ കരുതിയിരിക്കണം. ഇനി ഇത്തരത്തിലുള്ള ശത്രുതാപരമായ നീക്കം നടത്തിയാൽ ഇതിലേറെ ഗുരുതരമായിരിക്കും തിരിച്ചടി എന്ന ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരടിക്കും ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന സന്ദേശമാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്.